ഹായ്, വെൽക്കം ടു കലവറ. ഇത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സാലഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ, ക്യാപ്സിക്കം, ഒണിയൻ, അല്പം മല്ലിയില, നാരങ്ങയുടെ നീര്, ഒറിഗാനോ, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയാണ്. ഇനി നമുക്ക് ചെയ്തു തരാം. ക്യാബേജ് നീളത്തിലാണ് ഇരിക്കുന്നത്. കനം കുറച്ചിരിക്കണേ. ക്യാബേജാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. ഇനി ചുവപ്പ് ക്യാപ്സിക്കം, അത് നീളത്തിൽ കട്ട് ചെയ്താൽ മതി. പച്ച ക്യാപ്സിക്കം, അതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക. ക്യാപ്സിക്കം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ വെള്ള പോലെ അതങ്ങ് കളയാം. അതിനകത്തൊട്ടും വരാതിരിക്കുന്നതാണ് നല്ലത്. ഈ ക്യാരറ്റ് അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം വെജിറ്റബിൾസ് ഗുണമുള്ളത് തന്നെയാണ്. ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയെന്ന് വിചാരിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണ് കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം, അത്രയേ ഉള്ളൂ. ക്യാരറ്റ്, ക്യാബേജും ഒക്കെ കൂടുതൽ ചേർക്കാൻ നോക്കുക. ഉള്ളി നമ്മൾ സാലഡിന് അരിയുന്ന പോലെ ഇങ്ങനെ നീളത്തിലരിക്കാൻ മതി. കനം കുറച്ചരിയണേ. ഉള്ളി, കുക്കുംബർ, അത് നീളത്തിലരിഞ്ഞേക്കാം. കുക്കുംബർ സാധാരണ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള അരി എടുത്ത് കളയാറാണ് പതിവ്. ഇതിനോടൊപ്പം ഞാൻ അരിയും എടുക്കുന്നുണ്ട്. അരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. കുക്കുംബർ, അല്പം മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി. ഒറിഗാനോ 1/2 ടീസ്പൂൺ, തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് അത് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ചെറുനാരങ്ങ അതൊരു ചെറിയ നാരങ്ങയുടെ പകുതി, ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. സാലഡിന് ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ സാലഡിൽ നിന്നും വെള്ളം ഇറങ്ങും. കളർഫുൾ ആയിരിക്കും നമ്മുടെ സാലഡിൽ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. കുരുമുളകിൻ്റെ അല്പം കുറവുണ്ട്. പുളിയും ഉപ്പും ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ ആ ഒറിഗാനോയുടെ ഒരു ചെറിയ സ്മെല്ല്. ദിവസമുള്ള ഭക്ഷണത്തോടൊപ്പം ഈ സാലഡ് ഉൾപ്പെടുത്തിയ ഏത് സാലഡാണെങ്കിലും ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് സാലഡ്. ഞാനിതിനു മുമ്പ് 2 വീഡിയോസ് സാലഡിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക്സ് ഫോർ വാച്ചിങ്.